بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടതുമായ ഒരു പ്രാർത്ഥനയും ഒരു സ്വഭാവ ഗുണവും നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ കാന ഹക്കൻ അലല്ലാഹി അൻ യുർളിയഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക, ആ മനുഷ്യനോട് അള്ളാഹുവിന് തൃപ്തിയുണ്ടാകുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടുകളിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ ദാഖ തുഅമുൽ ഈമാൻ, അദ്ദേഹം വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ് എന്നും മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമായി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഇത് വെറും ഒരു പ്രാർത്ഥന മാത്രമാണോ? നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നാണോ? റളീതു ബില്ലാഹി റബ്ബൻ, എൻ്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, വിശുദ്ധമായ ഇസ്ലാം എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിനെ, വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനെ, വിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ ആരാധനകളിൽ, അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ, അതിൻ്റെ സംസ്കാരങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നതിലൂടെ, ആ പ്രാർത്ഥന ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ ആ മനുഷ്യൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവനാണ്. ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. ആ മനുഷ്യന് സ്വർഗം നൽകുക എന്നത് നിർബന്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു. അപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുക,
എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ. മുസ്ലിം സമുദായത്തെ എടുത്ത് പരിശോധിച്ചാൽ പല വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പല സ്വഭാവമുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എന്ന മതത്തെ പല രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ നോക്കിക്കാണുന്നവരെ ഒരു മൂന്നായി നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തെ വിഭാഗം ഇസ്ലാം എന്ന മതത്തെ പഠിച്ചവരാണ്. ഇസ്ലാം എന്ന മതത്തെ പഠിച്ച് പണ്ഡിതരായവർ എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. അവർ ഇസ്ലാം എന്ന മതത്തെ അറിഞ്ഞവരാണ്, ഇസ്ലാമിലെ വിശ്വാസത്തെ അറിഞ്ഞവരാണ്, ഇസ്ലാമിന്റെ ആരാധനകളെ കുറിച്ച് അറിഞ്ഞവരാണ്, ഇസ്ലാമികമായ സംസ്കാരങ്ങളെ കുറിച്ച് അറിഞ്ഞവരാണ്. ഈ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ആരാധനകൾ നിർവഹിക്കുക എന്നത് അവർക്ക് അപമാനമല്ല, അവർക്ക് അഭിമാനമാണ്. ഇസ്ലാമികമായ വിശ്വാസത്തെ നെഞ്ചേറ്റുക എന്നത് ഏത് സന്ദർഭത്തിലും ആരുണ്ടെങ്കിലും, എങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിലും, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിലും, 100 ആളുകളിൽ 99 ആളുകളും ഇസ്ലാം വിരോധികളാണെങ്കിലും അവരുടെ ഇടയിൽ എൻ്റെ മതമാണ് ശരി, എൻ്റെ ദീനാണ് ശരി, എൻ്റെ മതത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നവരാണ്. ഇസ്ലാമികമായ വേഷവിധാനം തൻ്റെ ഭാര്യയെ അണിയിക്കുന്നതിൽ, തൻ്റെ മക്കൾക്ക് പകർന്നു നൽകുന്നതിൽ, തൻ്റെ പെൺമക്കളെ ധരിപ്പിക്കുന്നതിൽ അവർക്ക് അഭിമാനമായിരിക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. ഇസ്ലാം എന്ന ദീനിനെ ഉൾക്കൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് അതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഇസ്ലാം എന്ന മതത്തോട് എതിർപ്പൊന്നുമില്ല. അവർ പറ്റിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യും. സൗകര്യപ്പെടുമ്പോഴൊക്കെ നമസ്കരിക്കും, സൗകര്യപ്പെടുമ്പോഴൊക്കെ ജുമാക്ക് വരും. തൻ്റെ ഭാര്യയും മക്കളും ഇസ്ലാമികമായ വേഷം ധരിക്കണമെന്നതിൽ അവർക്കത്ര നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ഇസ്ലാമിക സാമ്പത്തിക ദാമ്പത്യ ബന്ധങ്ങളുടെ മര്യാദകൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ജീവിതത്തിന്റെ ഭാഗമാക്കും എന്ന് പറയുന്നവരാണ്. ചില ആളുകളെങ്കിലും പറയും, തടിമ പിടിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ തൽക്കാലം ജീവിതത്തിന്റെ ഭാഗമാക്കാറില്ല എന്ന്. അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ മുസ്ലിമായി ജനിച്ചവരാണ്. എന്നാൽ ഇന്ന് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. ഞങ്ങൾ മുൻപ് മുസ്ലിങ്ങളായിരുന്നു, എന്നാലോ മതം വിട്ടവർ പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവരാണ്. അത് ന്യൂനപക്ഷമാണ്. ഈ മതത്തെ ഇഷ്ടപ്പെടാത്തവർ, ഈ മതത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മതത്തിന്റെ നിയമങ്ങളെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ. ഇതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ. ഇതിൽ ഒന്നാമതായി പറഞ്ഞ വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടുക എന്നത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം. അത് ഏതൊരു കർമ്മങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം എന്ന മതത്തെ ഉൾക്കൊണ്ടു, അതിനെ തൃപ്തിപ്പെട്ടു, അതിന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കി, ആ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ പരലോകത്ത് മാത്രമല്ല ഞാൻ രക്ഷപ്പെടുന്നത്, ഈ ലോകത്തും ഞാൻ രക്ഷപ്പെടും. പരലോകത്ത് മാത്രമല്ല എനിക്ക് രക്ഷ, ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എൻ്റെ പെൺകുട്ടികളുടെ, എൻ്റെ ആൺകുട്ടികളുടെ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ, എൻ്റെ സാമ്പത്തിക ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ ഇസ്ലാമിന്റെ വഴി ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് ഈ ഐഹിക ജീവിതത്തിൽ ലാഭമുണ്ടാകും. എനിക്കിവിടെ സങ്കടപ്പെടാതെ ജീവിക്കാം, എനിക്കതോടുകൂടെ പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നവരാണ്. അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും. മനുഷ്യരെ, അല്ലാഹുവും പ്രവാചകനും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മുരടിപ്പിക്കാനല്ല. നിങ്ങളെ 6-ാം നൂറ്റാണ്ടിലേക്ക് 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറാനല്ല നിങ്ങളെ വിളിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇസ്ലാമിനെ പരിഹസിക്കാറുള്ളത്. നിങ്ങളെ അല്ലാഹുവും പ്രവാചകനും വിളിക്കുന്നത് ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സന്ദേശത്തിലേക്കാണ്, നിങ്ങൾക്ക് ജീവിതം നൽകുന്ന ഒരു സന്ദേശത്തിലേക്കാണ്. ഇസ്ലാമികമായ സന്ദേശം
നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ, നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ടാൽ നമുക്ക് ലാഭമാണ്, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമുക്ക് സന്തോഷമായിരിക്കും. അത് ചില മേഖലകളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും. അവരുടെ പഠനത്തിന് അനുസരിച്ച് ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ഒരാൾ, അയാൾ ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ പറയും ഇസ്ലാമിലെ നോമ്പ് അതെത്ര നല്ല ആരാധനയാണ് എന്ന്. അദ്ദേഹം അത് പറയാനുള്ള കാരണം എന്താണെന്നോ, അതിനെക്കുറിച്ചേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. പലിശയുടെ ഭവിഷ്യത്തിനെ കുറിച്ച് ഒരു കച്ചവടക്കാരൻ അതുമായി ഇടപെടുന്ന ഒരാൾ അയാൾ പറയും ഇസ്ലാം പലിശ നിരോധിച്ചത് എത്ര വലിയ നല്ല കാര്യമാണ്. കാരണം അയാൾ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹ സൗഹൃദങ്ങൾ ഉണ്ടാകണം, എത്ര നല്ല നിയമങ്ങളാണ് ഇസ്ലാം അവതരിപ്പിച്ചത്, അയാൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനം എങ്ങനെയാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഇത്ര നല്ല ഒരു സംവിധാനം, അയാൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഏതൊന്നിനെ കുറിച്ച് പഠിക്കുന്നുവോ ആ പഠിക്കുന്നതെല്ലാം പരലോകത്ത് സ്വർഗം ലഭിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തെത്ര നല്ലതാണ് എന്ന അഭിപ്രായത്തിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ എത്തുന്ന സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഓരോ വിഷയങ്ങളും നാം ചർച്ച ചെയ്താൽ അവിടെ ഈ ആഴ്ച ഒരൊറ്റ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ജീവിക്കുന്നത് 2024-ലാണ്. 2024-ലും സ്ത്രീകളുടെ പരാതികളാണ് പലപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഒളിമ്പിക്സിനു വേണ്ടി രാജ്യത്തിന്റെ മെഡൽ നേടാൻ കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീകൾ തങ്ങൾ അപമാനിക്കപ്പെട്ടു, തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം സമരം നടന്ന ഒരു രാജ്യത്താണ് ഈ 2024-ൽ സ്ത്രീ സുരക്ഷയെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. പുതിയ കൗമാരത്തിന്റെ, പുതിയ യുവത്വത്തിന്റെ ചിരി എങ്ങനെയാകണം, സംസാരം എങ്ങനെയാകണം, വസ്ത്രം എങ്ങനെയാകണം, അവരുടെ ജീവിത രീതി എങ്ങനെയാകണം. ഞങ്ങളുടെ റോൾ മോഡലുകൾ അത് സിനിമാ നടന്മാരാണ്, ഞങ്ങളുടെ റോൾ മോഡലുകൾ അത് സിനിമാ നടിമാരാണ്. ഞങ്ങളുടെ ചിരി അവർ ചിരിക്കുന്നത് പോലെയാണ്, ഞങ്ങളുടെ സംസാരം അവരുടെ സംസാരം പോലെയാണ്, ഞങ്ങളുടെ വസ്ത്രം അവരുടെ വസ്ത്രം പോലെയാണ്, ഞങ്ങളുടെ ഭാഷ പോലും അവരുടെ ഭാഷ പോലെയാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന വളരെ വൃത്തികെട്ട ചില സന്ദേശങ്ങളിൽ തീർച്ചയായും വിശുദ്ധ ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്ത്രീകൾ 2024-ൽ നിന്നും അറിയപ്പെടുന്ന, പ്രശസ്തിയുള്ള, പണമുള്ള, പ്രൗഢിയുള്ള സ്ത്രീകളിൽ നിന്ന് പോലും അവരെ അപമാനിക്കപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാകുക എന്ന വലിയ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് പുതിയ തലമുറക്ക് മുന്നിൽ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണോ? സുരക്ഷിതത്വം വേണമെങ്കിൽ നിങ്ങൾ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ധരിക്കുക. പരിഹാരമാകുമോ? നിങ്ങൾ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ധരിക്കുക, എങ്കിൽ സ്ത്രീക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഒരേ ബെഞ്ചിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇരുത്തി പഠിപ്പിക്കുക, എങ്കിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. കുട്ടികളുടെ പേരെഴുതുന്ന രജിസ്റ്ററുകളിൽ ആദ്യം പെൺകുട്ടിയുടേത്, പിന്നെ ആൺകുട്ടിയുടേത്, പിന്നെ പെൺകുട്ടിയുടേത്, പിന്നെ ആൺകുട്ടിയുടേത്, അങ്ങനെയൊന്ന് എഴുതി നോക്കൂ. എങ്കിൽ വളർന്നു വന്നാൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണോ? എങ്കിൽ വിവാഹമോചിതരാകൂ, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. നിങ്ങൾ വിവാഹം കഴിയാത്തവരാണോ? എങ്കിൽ നിങ്ങൾ വിവാഹം കഴിയാതെ ജീവിക്കുക. നിങ്ങൾക്ക് നല്ലത് ലിവിങ് ടുഗദർ ആണ്. നിങ്ങൾക്ക് നല്ലത് ലിവിങ് ടുഗദർ ആണ്. ഇഷ്ടമുള്ള സമയത്ത് വിവാഹം കഴിക്കുക, ഇഷ്ടമുള്ള സമയത്ത് പിരിയുക. അത് പരിഹാരം പറയുന്നവരുണ്ട്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം അതാണ് എന്റെ ചോയ്സ്. അങ്ങനെ പറഞ്ഞൊന്ന് ജീവിച്ചു നോക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് പറയുന്നു. ആൺകുട്ടികൾക്ക് എത്ര നേരമാണ് ഹോസ്റ്റൽ സമയം? രാത്രിയും അവർക്ക് പുറത്തിറങ്ങാമോ? എങ്കിൽ ഞങ്ങൾക്കും രാത്രി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമോ? സ്ത്രീകളുടെ എല്ലാ സുരക്ഷിതത്വത്തിനും പകരം മുസ്ലിം പെൺകുട്ടികൾ ധരിക്കുന്ന മഫ്തയങ്ങൂരി വച്ചാൽ
ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമോ? ഇനി അതല്ല, മാതൃകയാക്കാൻ പറ്റിയ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർ അഭിനയിച്ച സിനിമകൾ കാണാൻ കുടുംബസമേതം ഐസ്ക്രീമും വാങ്ങി തിയേറ്ററിൽ പോയി ഒരുപാട് നേരം കാത്തിരുന്ന് അവിടെ 2-3 മണിക്കൂർ സിനിമ കണ്ട് തിരിച്ചു വീട്ടിലെത്തിയാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വത്തിന്റെ ബോധം നാം നൽകുന്നുണ്ടോ? എന്താണ് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനുള്ള മാർഗം? ഈ മാർഗങ്ങളൊക്കെ പുരോഗമനവാദികൾ, ലിബറലിസ്റ്റുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞ മാർഗങ്ങളാണ്. ആരാണിത് അവതരിപ്പിച്ചത്? ഈ പരാതി പറയുന്നവർ. ഈ പരാതി പറയുന്ന ആളുകൾ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച ഒരു മാർഗമാണിത്. ഇവിടെ സ്ത്രീ സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം തങ്ങളുടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ ബാപ്പമാർ ശ്രദ്ധിക്കണം, സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, മുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീ എന്നത് മാ അക്രമഹുന്ന ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. മാ അക്രമഹുന്ന ഇല്ലാ കരീമുൻ, മാന്യന്മാർക്ക് അവരെ ആദരിക്കാൻ സാധിക്കുകയുള്ളൂ. വമാ അഹാനഹുന്ന, അത് പെണ്ണല്ലേ, അത് സ്ത്രീയല്ലേ എന്ന് പറയുന്നവനുണ്ടല്ലോ, ഇല്ലാ ലഈമുൻ, അവൻ നീചനാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്. അവളെ ആദരിക്കണം, അവളെ ബഹുമാനിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാം ഇവിടെ പറയുകയാണ്. അവളുടെ ജോലി, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഭൗതികമായ സാഹചര്യങ്ങൾ അത് അവർക്ക് നൽകണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച്, നിങ്ങളുടെ ശരീരം തരൂ എങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങളുടെ ശരീരം തരൂ എങ്കിൽ നിങ്ങൾക്ക് പണം തരാം എന്നതല്ല മതം പറയുന്നത്. മറിച്ച് മതം പറയുന്നത് അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ അംഗീകരിക്കപ്പെടേണ്ടവരാണ്, അവർ വിദ്യാഭ്യാസം നേടേണ്ടവരാണ്, അവർ ആരാധനാലയങ്ങളിൽ പോകേണ്ടവരാണ്. അവരാരാണ്? അവർ പുരുഷനെ പോലെയുള്ള ഒരു സൃഷ്ടി തന്നെയാണ്. എവിടെ നിന്നാണ് ഇസ്ലാം തുടങ്ങിയത് എന്നറിയുമോ? ഈ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടല്ലോ, ഈ 6-ാം നൂറ്റാണ്ടിൽ ഒരു പെൺകുട്ടി പിറന്നു എന്ന് പറഞ്ഞാൽ, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മുഖം കറുത്തിരുണ്ടുപോയിരുന്ന ഒരു സാഹചര്യം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. വഇദൽ മൗഊദതു സുഇലത്, പെൺകുട്ടിയായതിന്റെ പേരിൽ കൊന്ന് കുടിച്ചിട്ട ഒരുപാട് മനുഷ്യന്മാർ, അവരോടാണ് ഖുർആൻ പറഞ്ഞത് വഇദൽ മൗഊദതു സുഇലത്. ആ പെൺകുട്ടികളുണ്ടല്ലോ നാളെ പരലോകത്ത് വരും, എന്നിട്ട് ഈ പിതാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണുപ്പാ, എന്തിനാണുപ്പാ, എന്തിനാണ് മനുഷ്യ നീ എന്നെ കൊന്നത് എന്ന് ചോദിക്കും. അവിടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിൽ പെണ്ണായതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു, അത് ഇസ്ലാം നിരോധിക്കുകയാണ്. ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിൽ നിന്ന് ബോധോദയം ഉണ്ടാകുകയാണ്. ഈ 2024 പോലും ചർച്ച ചെയ്യുന്നത് എന്താണെന്നോ? പെണ്ണാണെന്നറിഞ്ഞാൽ കത്രികയും ബ്ലേഡുമായി അങ്ങനെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ ഒഴിവാക്കി അത് പുറത്തേക്കൊഴിവാക്കുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദൽ മൗഊദതു സുഇലത്, ഈ മരണപ്പെട്ട, ഈ കൊന്നു കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണോ, ഒരു പെൺകുട്ടിയുണ്ടായാൽ മാനക്കേട് കാരണത്താൽ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് ഇറക്കാതെ നടക്കുന്ന പ്രായമായാൽ മലഞ്ചരിവിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് തിരിച്ചു പോരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണോ, 2 പെൺകുട്ടിയാണോ, 3 പെൺകുട്ടിയാണോ, വഅതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദ്ദതിഹി കുന്ന ലഹു ഹിജാബൻ മിനന്നാർ, അത് സന്തോഷമാണടോ, അത് സന്തോഷമാണ്. അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക, അവർക്ക് നിങ്ങൾ വെള്ളം നൽകുക, അവൾക്ക് നിങ്ങൾ വസ്ത്രം നൽകുക, അവർക്ക് നിങ്ങൾ സംസ്കാരം നൽകുക. കുന്ന ലഹു ഹിജാബൻ മിനന്നാർ, എങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കാതെ 3 പെൺകുട്ടികളുടെ ഉപ്പയായതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു. പെൺകുട്ടിയുണ്ടായാൽ കുടിച്ചു മൂടിയിരുന്ന 2 പെൺകുട്ടികളുള്ള ബാപ്പമാർ ചോദിച്ചു, പ്രവാചകരെ 2 പെൺകുട്ടികളാണെങ്കിലോ,
2 പെൺകുട്ടികളാണെങ്കിലോ ഞങ്ങൾക്ക് 3 പെൺകുട്ടികളില്ലാതെ പോയല്ലോ. ഒരു പെൺകുട്ടി ഉണ്ടായാൽ അപമാനമുണ്ടായിരുന്നവർ ചോദിക്കുന്നു, പ്രവാചകരെ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെയുള്ളൂ. അപ്പോഴോ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതാണ് ഇസ്ലാം പെണ്ണിനെ ആദരിക്കുന്നത്. അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. ഈ ദുനിയാവ് എന്നത് വിഭവങ്ങളാണ് ഈ ദുനിയാവിലുള്ളത്. ആ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം അതൊരു സ്ത്രീയാണ് എന്ന് പഠിച്ച് സ്ത്രീയെ ആദരവിന്റെ ഔന്നത്യത്തിന്റെ സോപാനത്തിൽ വിശുദ്ധ ഇസ്ലാം അവരോധിതമാക്കുകയാണ്. പിന്നെ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം, മുസ്ലിങ്ങൾക്കും ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം. ഇത് ഇസ്ലാം പറയുന്ന നിർദ്ദേശങ്ങളാണ്. അതിലൊന്നാമത് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹുന്ന. പുരുഷന്മാരോട് പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളെ തൊട്ട് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക. ഒരു സ്ത്രീയെ അനാവശ്യമായി അനധികൃതമായി കഴുകക്കണ്ണോടുകൂടിയുള്ള നോട്ടം പോലും ഇസ്ലാം നിരോധിക്കുകയാണ്. അവിടെ നിന്ന് തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട ഓരോ കാര്യങ്ങളും പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം. ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം. അപ്പൊ ഒരാൾ ചോദിക്കാണ്, അപ്പോ ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കിങ്ങനെ കുറെ ചോദ്യങ്ങളാണ്. ഒരു ഡോക്ടറെ അടുത്ത് ഒരാൾ ചെന്നു. ഡോക്ടർ ചോദിച്ചു, കരളിന് കംപ്ലൈന്റ് ആണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? അപ്പൊ രോഗിയാണ് ചോദിക്കോ, അല്ല, ഈ മദ്യപിക്കാത്തവർക്കും കരളിന് രോഗം വരൂലേ? നമുക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ എന്താ? ഒരാൾ പറയാ, ഡ്രൈവിംഗ് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചു എന്നതുകൊണ്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ ഈ ലോകത്തുണ്ട്, പലതരം ഉത്തരങ്ങൾ ഈ ലോകത്തുണ്ട്. ഇസ്ലാം പറഞ്ഞ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം എന്നത്. ആ വേഷം ധരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്കൊരു മാനക്കേടുണ്ടാകരുത്, ഒരപമാനം ഉണ്ടാകരുത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് വേഷം ധരിക്കലാകരുത്. അങ്ങനെ ഉണ്ടല്ലോ ഒരു തരം ഇടങ്ങേറ്. എന്നിട്ട് ഇങ്ങനെ അത് തലയിലുണ്ടോ? ഉണ്ട്. താഴത്തേക്ക് താഴ്ത്തിയിട്ടുണ്ടോ? ഇല്ല. തോളത്ത് കെട്ടിയിട്ടുണ്ടോ? ഉണ്ട്. സൈഡ് കൊന്നിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഇടങ്ങേറ്. എന്തിനാണ് ഈ ഇടങ്ങേറ്? ഇസ്ലാം പറഞ്ഞ ഒരു വേഷമുണ്ട്. ആ വേഷം സ്ത്രീ സുരക്ഷയുടെ ഒരു ഭാഗമാണ്. ഹേ പ്രവാചകരെ, നിന്റെ ഭാര്യമാരോട് നീ പറയുക, നിന്റെ മക്കളോട് നീ പറയുക, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? യാ അയ്യുഹൻ നബിയ്യ ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. അവരുടെ തലയിൽ ധരിച്ച ആ തട്ടമുണ്ടല്ലോ, അത് മാറിടത്തിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അതാണ് ഇസ്ലാമിലെ വേഷം. അത് സ്ത്രീ സുരക്ഷയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ പറഞ്ഞ കുറെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിൽ കാര്യങ്ങൾ പറയാ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. മുഖവും മുൻകൈയും ഒഴിച്ച ഭാഗങ്ങൾ വളരെ കൃത്യമായി മറക്കുക എന്നതാണ്. അർദ്ധനഗ്നകളായി നടക്കാതിരിക്കുക എന്നത് ഇസ്ലാം സ്ത്രീ സുരക്ഷയ്ക്ക് പറഞ്ഞ ഒരു മാർഗമാണ്. അത് മുസ്ലിങ്ങൾക്ക് പറയാം, നമുക്ക് സ്വീകരിക്കേണ്ടവർക്ക് ഉൾക്കൊള്ളാം. ഇതൊരു അഭിമാനമാണ് എന്നത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതൊരു അഭിമാനമാണ്. കാരണം എന്താണെന്നോ, മാറുമറക്കാൻ വേണ്ടി 1822 മുതൽ 1865 വരെ 43 വർഷം ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരു ശീലയിടാൻ, ഒരു തുണിക്കഷ്ണമിടാൻ, കലാപം നടന്ന, ലഹള നടന്ന, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടു പോയ, ആരാധനാലയങ്ങൾ കലാപം കാരണം പൊളിച്ചു മാറ്റിയ കേരളത്തിന്റെ ഇന്നലകളിൽ 1400 കൊല്ലം മുൻപ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, മാന്യമായ വേഷം ധരിക്കുക എന്നത് സ്ത്രീയുടെ അവകാശമാണ്. പരസ്യ കമ്പോളത്തിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ ഒരു കൂറച്ചോക്കയുടെ പരസ്യത്തിലും അർദ്ധനഗ്നയായ സ്ത്രീയെ അവതരിപ്പിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല, അത് സ്ത്രീയെ അപമാനിക്കുകയാണ് എന്നത് ആദ്യം സ്ത്രീ മനസ്സിലാക്കണം. ആദ്യം പെണ്ണ് മനസ്സിലാക്കണം. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു മാന്യമായ വേഷം ധരിക്കണം എന്ന്. ആ സന്ദേശം നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.
അവരിട്ടാൽ മാത്രം പോരാ, അവർക്ക് അഭിമാനമുണ്ടാകണം. എന്റെ ശരീരത്തെ ഏതൊരു കഴുകക്കണ്ണിനും കാണാൻ ഞാൻ അവസരം നൽകില്ല. കാരണം ഇതെന്റെ മതം, എന്റെ റബ്ബ്, എന്റെ പ്രവാചകൻ, എന്റെ ഖുർആൻ എന്നോട് പറഞ്ഞതാണ്. ധരിക്കുന്നു എന്ന് മാത്രമല്ല, അഭിമാനമുണ്ടാകണം. നമുക്കേ ചിലതിലൊക്കെ അഭിമാനമില്ലാത്തതുള്ളൂ. ഏതൊരു കാര്യമാകട്ടെ, വലിയ 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 ലോകത്തെ താരങ്ങൾ അവർ ഇസ്ലാമിക വേഷം ധരിച്ചാണ് അവർ നടക്കുന്നത്. ഇസ്ലാമിൽ ഏതൊരു കാര്യമാണെങ്കിലും ഇംഗ്ലണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട 2 കളിക്കാരാണ്, വേഷമല്ല. അവർ അവരുടെ ടീം ഇങ്ങനെ വിജയിച്ചപ്പോ മദ്യം ഇങ്ങനെ പൊട്ടിച്ച സമയത്ത് അവിടെ നിന്നാണ് മാറിപ്പോയത്. ഇംഗ്ലണ്ട് ഒരു ഇസ്ലാമിക രാജ്യമല്ല, പക്ഷെ ഞങ്ങൾ മദ്യപിക്കില്ല, അല്ല, മദ്യത്തിന്റെ ഒരു തുള്ളി ഞങ്ങളുടെ ജേഴ്സിയിൽ പോലും ആകില്ല എന്നത് അവർക്ക് അഭിമാനമാണ്. ഈ അഭിമാനമാണ് നമ്മുടെ പ്രാർത്ഥന. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഞാൻ എൻ്റെ മതസന്ദേശങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, ഞാൻ എൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം പറഞ്ഞു വിവാഹം അടിമത്വം എന്നാണ് ആളുകളെ പഠിപ്പിക്കുന്നത്. പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത് വിവാഹം അടിമത്വം. പിന്നെ എന്താണ് രാജകീയത്വം, എന്താണ് പുരോഗമനം, എന്താണ് സ്വാതന്ത്ര്യം? അത് ലിവിങ് ടുഗദർ. ആണും പെണ്ണും ഒരു പ്രത്യേക സമയത്ത് കണ്ടുമുട്ടുന്നു. ആണ് പറയുന്നു നമുക്ക് ഒന്നിക്കുകയല്ലേ എന്ന്. യെസ്, കുറച്ചു കാലം കഴിഞ്ഞു ആരാ ഗർഭം ധരിക്കുക? സംശയമല്ല, പെണ്ണാണ്. ആണ് ഗർഭം ധരിച്ചിട്ടില്ല, പെണ്ണ ഗർഭം ധരിക്കുക. അപ്പൊ അവനും അടുത്തു. 4-ാം മാസമായപ്പോ നമുക്ക് പിരിഞ്ഞാലോ? നോ എന്ന് പറഞ്ഞാൽ അവള് പെണ്ണാവും. സങ്കടപ്പെട്ടാലും പെണ്ണാവും. അപ്പൊ ആണാകണം. അപ്പൊ സങ്കടപ്പെടാതെ പിരിയാം. ആരാ ഗർഭം ധരിക്കേണ്ടത്? പെണ്ണ്. ആരാ ഗർഭവേദന അനുഭവിക്കേണ്ടത്? പെണ്ണ്. ആരാ ഗർഭസമയത്തെ പ്രയാസങ്ങൾ ചുമക്കേണ്ടത്? പെണ്ണ്. ആരാ പ്രസവിക്കേണ്ടത്? പെണ്ണ്. ആരാ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്? പെണ്ണ്. ആരാ കുഞ്ഞിനെ പോറ്റേണ്ടത്? പെണ്ണ്. ആരാ അനാഥയാകേണ്ടത്? ഈ കുട്ടി. ആരാ വിധവയാകേണ്ടത്? ഈ പെണ്ണ്. പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒന്നിനെ പുരുഷാധിപത്യം സ്വാതന്ത്ര്യമായി അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെച്ചു, പെണ്ണിനെ നിനക്ക് വിവാഹം കഴിക്കണോ? അതിന് യെസ് ഓർ നോ എന്ന ചോദ്യവും ഉത്തരവും പോരാ, മറിച്ചോ അവൾ ചോദിക്കുന്ന മഹ്റാണ് കൊടുക്കണം. അവൾ ചോദിക്കുന്ന മഹർ കൊടുക്കണം. നീയും അവളും തമ്മിലല്ല, അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ആണും തമ്മിൽ പെണ്ണിന്റെ വലിയിൽ നിന്ന് മഹർ കൊടുത്ത് നീ അവളെ സ്വീകരിക്കണം. സാക്ഷി വേണം, ആളുകൾ അറിയണം, നീ അവളെ സംരക്ഷിക്കണം. ഈ വിവാഹം നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിൽ അടിമത്വം. സ്ത്രീക്ക് മാത്രം നട്ടം പറ്റുന്ന ലിവിങ് ടുഗദർ, പരാതികൾ പറയുന്ന ലിവിങ് ടുഗദർ, പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ലിവിങ് ടുഗദർ, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ലിവിങ് ടുഗദർ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകുന്നു. ഇസ്ലാം മാന്യമായ വിവാഹ വ്യവസ്ഥ അവിടെ വെച്ചു. നിങ്ങൾ ഒറ്റപ്പെടരുത്. ലാ യഖ്ലൂന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ മഅദി മഹ്റം. മഹ്റമില്ലാതെ ഒരു സ്ത്രീ ഒറ്റപ്പെടരുത്. കോള് വന്നു, ഇങ്ങോട്ടൊന്ന് വരണം, ഹോട്ടലിലേക്കൊന്നു വരണം, റൂമിലേക്കൊന്നു വരണം. സർ, ആരാണ് ഇവിടെയുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാൻ എൻ്റെ സഹോദരനെയും കൊണ്ടുവരാം എന്നൊരു മുസ്ലിം പറയണം. കാരണം മഹറമില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റപ്പെടാൻ പാടില്ല. അപ്പൊ ചോദ്യം, ഒറ്റപ്പെട്ടെന്താ ആകാശം പൊളിഞ്ഞു വീഴോ? നമ്മുടെ കുട്ടികളുടെ ചോദ്യം. പടം നിയമമുണ്ട്, നമുക്ക് നിയമമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഖൽവത്തു ബൈന റജുലി വൽ മർഅ, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ടാൽ പിന്നെ അവിടെ സംഭവിക്കുക പിശാചാണ് മൂന്നാമനായി വന്നത്. സുരക്ഷിതത്വം പറഞ്ഞു ഒറ്റപ്പെടരുത്. എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റപ്പെടാൻ പറ്റൂലല്ലേ, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലല്ലേ, എന്താ ഞങ്ങൾക്കൊന്ന് ഒറ്റപ്പെട്ട? കുഴപ്പമൊന്നുമില്ല, പരാതികളുടെ പടക്കങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് അവിടെ സുരക്ഷിതത്വം നൽകി. വലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ കൊഞ്ചിക്കുടഞ്ഞ് പുരുഷന്മാരോട് സംസാരിക്കരുത്. കാരണം രോഗമുള്ള പുരുഷന്മാരുടെ മനസ്സിൽ രോഗമുണ്ടാകും. നിങ്ങൾ മാന്യമായി സംസാരിച്ചോ, മാന്യമായി പുരുഷന്മാരോട് സംസാരിച്ചോ, മാന്യമായി ആരാധനകളിൽ പങ്കെടുത്തോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിക്കോ, ജോലിക്ക് പോയിക്കോ, ഭരണരംഗം കൈകാര്യം ചെയ്തോ. പക്ഷെ മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ചൂഷണങ്ങൾക്ക് നിങ്ങൾ വിധേയമാകേണ്ടി വരും എന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ സുരക്ഷ. ലാ യഹില്ലു ലി ഇംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ മിൻഹാ. ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, അവളുടെ കൂടെ മഹ്റം ഉണ്ടാകണം. ആരാ മഹ്റം?
മഹറമ 3 രൂപത്തിലാണ്. ഒന്ന് വിവാഹബന്ധം, ഒന്ന് കുടുംബ ബന്ധം, ഒന്ന് മുലകുടി ബന്ധം. ഇവ 2 കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സംഭവിക്കൂ. അപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, അവളുടെ കൂടെ പിതാവുണ്ടാകണം, അല്ലെങ്കിൽ പിതാവിന്റെ പിതാവുണ്ടാകണം, അല്ലെങ്കിൽ മകനുണ്ടാകണം, അല്ലെങ്കിൽ മകന്റെ മകനുണ്ടാകണം, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആൺകുട്ടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ സഹോദരിമാരുടെ ആൺകുട്ടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരൻ ഉണ്ടാകണം. ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല പരസ്പരം. ഇതാണ് മഹറം എന്ന് പറഞ്ഞ സുരക്ഷിതത്വമാണ്. ഇത് സുരക്ഷിതത്വമാണ്. ഞങ്ങൾക്കാരും വേണ്ട, ഞങ്ങൾ എവിടെയും പോകാം, ഏത് ഹോട്ടലിലും മീറ്റിംഗ് നടത്താം, എത്ര ദിവസവും പോകാം എന്നൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി പറയാം. പക്ഷേ 2024 പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. വിവാഹങ്ങളിലൂടെയുള്ളതോ ഭർത്താവിന്റെ ഉപ്പ, ഭർത്താവ് ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ മക്കൾ, ഭർത്താവ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ഭർത്താവ്, അതുപോലെ തന്നെ മകളുടെ ഭർത്താവ്. ഇതാണ് മെഹറം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം ഇതൊക്കെ സുരക്ഷിതത്വമാക്കി. ഇനി പ്രശ്നങ്ങളില്ലാത്ത തീർത്തും സുരക്ഷിതത്വമായ യാത്രയാണ് എന്നതുകൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും മെഹറമില്ലാതെ ഇപ്പോൾ യാത്ര പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സുരക്ഷിതത്വത്തിന്റെ ചില സന്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇത്രയും പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഈ സ്ത്രീകളുടെ റൂമിൽ ഈ പ്രായമുള്ള ചെറുപ്പക്കാരുടെ പ്രായമുള്ള ഒരൊറ്റ പെൺകുട്ടികളും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർ വെള്ളിയാഴ്ച അധികം പള്ളിക്ക് വരുന്നില്ല, അവർ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നില്ല. പക്ഷെ അവർ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവരുടെ തലക്കകത്തേക്ക് ഈ ലിബറലിസ്റ്റുകളും പുരോഗമനവാദികളും എന്നറിയപ്പെടുന്നവരും അടിച്ചു കയറ്റിയ ചില ശരിയല്ലാത്ത സന്ദേശങ്ങളുണ്ട്. അത് ശരിയാക്കണമെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കണം, സഹോദരങ്ങൾ വിചാരിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമല്ല, അത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ ലോകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. അതാണ് ലിമാ യുഹ്യീക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സന്ദേശമാണ് മതം പറയുന്നത്. സ്ത്രീ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നാം അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ പേരിൽ അഭിമാനം കൊള്ളാൻ, ഞാനൊരു മുസ്ലിമാണ്, എനിക്കതിന് അഭിമാനമുണ്ട്. കാരണം എൻ്റെ ദീൻ എൻ്റെ ഇഹപര വിജയത്തിനു വേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തും.